20,000 താഴെ ഒരു നല്ല സ്പെക്കുള്ള, അതായത് എല്ലാതരം സ്പെക്കും, നല്ല കർവ്ഡ് ഡിസ്പ്ലേ, അതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, നല്ല 6500 mAh ബാറ്ററി, ഇഷ്ടംപോലെ AI ഫീച്ചേഴ്സ്, പിന്നെ ബോക്സിലാണെങ്കിൽ ചാർജർ, കേസ്, ടെമ്പേർഡ് ഗ്ലാസ്, സ്റ്റിക്കറും കൂടിയല്ല ടെമ്പേർഡ് ഗ്ലാസ് അടക്കം തന്നെ വരുന്ന ഒരു സെറ്റപ്പ്. അതാണ് ഈ ഒരു ഫോൺ. സോ ഈ ഒരു ഫോണിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം, ഒന്ന് കേട്ട് നോക്കൂ. ഇഷ്ടപ്പെട്ടുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഘടകങ്ങളും പരിശോധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക, എന്നിട്ട് തന്നെ വേണം ചൂസ് ചെയ്യാൻ കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ കാണുന്നതാണ് ബോക്സ്. ഇൻഫിനിക്സ് നോട്ട് എഡ്ജ് 5G എന്ന് പറയുന്ന ഫോണാണ്. 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ എന്നൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അകത്തതാ ഫോൺ തന്നെയാണ് മുകളിലിരിക്കുന്നത്. ഒരുപാട് സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോണിൻ്റെ ഡിസൈൻ. എങ്ങനെയുണ്ട് ഡിസൈൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഡിസൈനിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ബോക്സിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ഐറ്റംസ് ഉണ്ടെന്ന്. മുകളിൽ തന്നെ കുറേ അധികം ഡോക്യുമെൻറ്റുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കൊണ്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിനകത്ത് മറ്റൊരു കേസും ടെമ്പേർഡ് ഗ്ലാസ്, ഞാൻ പറഞ്ഞില്ല ടെമ്പേർഡ് ഗ്ലാസ് അടക്കം വരുന്നത്. കേസ് നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോണിന് മാച്ച് ആവുന്ന കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇത് കൂടാതെ ടെമ്പേർഡ് ഗ്ലാസ് ഞാൻ പറഞ്ഞാൽ ഇതാണ് ടെമ്പേർഡ് ഗ്ലാസ്. കണ്ടോ, ഗ്ലാസ് തന്നെയാണ്, അല്ലാണ്ട് സ്റ്റിക്കറൊന്നുമല്ല. സോ അപ്പോൾ അത്രയും ഉണ്ട്. പിന്നെ ചാർജർ, ചാർജിങ് കേബിൾ, സിം ടൂൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 45 വാട്ടിനെയാണ് ചാർജർ. സോ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് എഡ്ജ് 5G എന്ന് പറയുന്ന ഫോൺ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ഞാൻ പറയുന്നത് അത്യാവശ്യം സ്ലിമ്മായ നൈസായ ഒരു ഡിസൈനാണെന്ന്. 3 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒന്ന് സിൽക്ക് ഫൈബർ ഫിനിഷ്, സ്റ്റെല്ലർ ബ്ലൂ, അത് മെറ്റാലിക് ഫിനിഷാണ് വരുന്നത്. ലൂണാർ ടൈറ്റൻ എന്ന് പറയുന്നത് മെറ്റാലിക് ഫിനിഷാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഈ പറയുന്ന സിൽക്ക് ഫൈബർ ഫിനിഷാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഫിനിഷും നോക്കിയിട്ടെടുക്കുക, രണ്ടും നോക്കണം. ഇതിൻ്റെ തിക്നെസ് ഒക്കെ കാണാം, 7.2 mm സ്ലിം ആയിട്ടുള്ളതാണ്. ഇന്ത്യ സ്ലിമ്മസ്റ്റ് 3D കർവ്ഡ് ഡിസ്പ്ലേ, 1.5K AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺ എന്നാണ് പറയുന്നത്. Gorilla Glass 7 ഐയുടെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. IP65 വാട്ടർ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ഒക്കെ നനഞ്ഞ കൈ കൊണ്ട് ടച്ച് ചെയ്താലും വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചർ ക്യാമറ മോഡ്യൂൾ എന്ന് പറയുന്ന അവരുടെ പുതിയ ക്യാമറ മോഡ്യൂൾ ഡിസൈനും കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ താഴെ സിം ട്രേ, ഡുവൽ നാനോ സിം സ്ലോട്ടാണ്, 2 സിം, അതുപോലെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. പക്ഷേ താഴെ ഒരു ബട്ടൺ കൂടി ഉണ്ട് താഴെയായിട്ട്. ഇത് സ്പെഷ്യൽ ബട്ടണാണ്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ടോപ്പിൽ JBL ബ്രാൻഡിങ്ങോട് കൂടിയ സ്പീക്കറിൻ്റെ സംഭവങ്ങൾ കാണാം. IR ബ്ലാസ്റ്ററിൻ്റെ സംഭവമുണ്ട്. സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ഉണ്ട്. IR ബ്ലാസ്റ്റർ അടക്കം എല്ലാം ഉണ്ട്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, എല്ലാം ഉള്ള ഒരു ഫോണാണ്, നല്ല സ്പെക്കുള്ള ഫോണാണെന്ന്. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ. ഫ്രണ്ടിലാണെങ്കിൽ നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമാണ് വരുന്നത്. ഇതാ യാതൊരു വിഷയമില്ല, നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ കാണാം. കണ്ടോ? സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ. അത്യാവശ്യം നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് നിങ്ങളാണോ ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 6.78 ഇഞ്ച് വരുന്ന 3D കർവ്ഡ് 1.5K AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ കൂടെ ഞാൻ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. 10 ബിറ്റ് കളർ ഡിസ്പ്ലേയാണ് വരുന്നത്. TUV റെയിൻ ആൻഡ് ബ്ലൂ ലൈറ്റ് ഐ കെയർ സർട്ടിഫൈഡ് ആണ്. JBL ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. നമ്മൾ JBL ബ്രാൻഡിംഗ് ഒക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതിന്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത്യാവശ്യം ലൗഡായ സൗണ്ടും കാര്യങ്ങളാണുള്ളത്, വിഷയമൊന്നുമില്ല. സോ അപ്പോൾ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതിൽ ഹൈറസ് ഓഡിയോയും എൻഹാൻസ്ഡ് സിനിമാറ്റിക് സൗണ്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നല്ല ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ. ഇൻഡോർ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഫോണിൽ അവിടെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഒരു ഫോണാണ് ഈ ഒരു സെഗ്മെന്റിലെ 6500 mAh ബാറ്ററി പ്ലസ് 6 ഇയർ എൻഡുറൻസ് ഉറപ്പ് തരുന്ന ഒരു ബാറ്ററി സെറ്റപ്പ്. ഒപ്പം തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. വയേർഡ് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി സെറ്റപ്പ് വന്നിട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ്. പിന്നെ ഇതിനകത്ത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാർജിങ് മോഡുകളും ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ബാറ്ററി ഹെൽത്ത് ചാർജിങ് കയറി കഴിഞ്ഞാൽ ചാർജിങ് സ്പീഡ്, റിവേഴ്സ് വയേർഡ് ചാർജിങ്, ബൈപ്പാസ് ചാർജിങ് എല്ലാത്തിൻ്റെയും ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഹെൽത്തിലേക്ക് വരുമ്പോൾ AI ചാർജിങ് പ്രൊട്ടക്ഷൻ പോലുള്ള കാര്യങ്ങളടക്കം ഒട്ടനവധി കാര്യങ്ങൾ ബാറ്ററിയുടെ സെഗ്മെന്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. സോ അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൂടി ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസും കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യസ് ഫസ്റ്റ് Dimensity 7100 പ്രോസറാണ് വരുന്നത്. LPDDR5X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അതൊക്കെ ഡീസൻറ്റ് സെറ്റപ്പാണ്. സാധാരണ യൂസിനായാലും യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ UI ഒക്കെ സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫോൾഡറുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും അതേപോലെ റീസെന്റ് ടാബ് എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇവരിതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ ക്ലെയിം ചെയ്യുന്നത് 7,50,000 ആണ്. അതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാനിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആൻഡ്രോയിഡ് ആപ്പിനകത്ത് എനിക്ക് 770 ആണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? സോ അപ്പോൾ അത്യാവശ്യം ഒരു ബ്രാൻഡുകൾ പറയുന്നതിനേക്കാൾ കുറവാണ് നമുക്ക് കിട്ടാറ്. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. സോ എനിവേ നല്ല സ്കോറും കാര്യങ്ങളൊക്കെയാണ്.
സാധാരണ യൂസിന് യാതൊരു പ്രശ്നവുമില്ല. നൈസായിട്ട് നമുക്ക് BGM ഒക്കെ ഞങ്ങൾ കളിച്ച് കാണിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗെയിമിനിടയ്ക്കാണ് നമുക്ക് ഈ ബൈപ്പാസ് ചാർജിങ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മൾ ഗെയിം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബാർ വലിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ബാലൻസ്ഡ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പെർഫോമൻസ് ഇടുന്ന അപ്പോഴാണ് നമുക്ക് അടിപൊളി ഒരു പെർഫോമൻസ് കിട്ടുക. പിന്നെ താഴെ ഒരുപാട് കൺട്രോളുണ്ട്. ഐ കെയർ ഫോർ ഗെയിമിംഗ്, ഇമേജ് സ്റ്റെബിലൈസേഷൻ, ടച്ച് ഒപ്റ്റിമൈസേഷൻ, നെറ്റ്വർക്ക് എൻഹാൻസ്മെന്റ്. പിന്നെ താഴെയായിട്ട് ബൈപ്പാസ് ചാർജിങ്ങും നമുക്ക് കാണാം. ഈ സൈഡിലായിട്ടുള്ള അതിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പം ബോർഡിലേക്ക് നേരിട്ട് ചാർജ് കൊടുത്തുകൊണ്ട് ബാറ്ററി ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. സോ ഗെയിമിംഗ് പെർഫോമൻസിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. 90 FPS അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം. മാത്രമല്ല ഓവറോൾ പെർഫോമൻസ് ആയാലും നൈസാണ്. റാം 6GB 8GB പല ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അതിന് വേണമെങ്കിൽ മെംഫ്യൂഷൻ റാം ആഡ് ചെയ്തുകൊണ്ട് 16GB റാം വരെ ആക്കി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. പിന്നെ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളൊന്നും വിഷയമില്ല. നമുക്ക് 10 5G ബാൻഡൊക്കെ വരുന്നുണ്ട്. അതേപോലെ ബ്ലൂടൂത്ത് 5.4 തന്നെ വരുന്നുണ്ട്. NFC സപ്പോർട്ട് ഉണ്ട്. IR സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഓവർവ്യൂ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നന്നായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നും കണക്ടിവിറ്റിയുടെ ഭാഗത്ത് നമുക്ക് വരുന്നില്ല. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. സാമ്പിൾ ഒന്ന് കണ്ടുപോയി. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മെയിൻ ക്യാമറ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ എടുത്തൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സെൽഫി ക്യാമറ ഫോട്ടോസും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ തരത്തിലാണ് ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി വരുന്നത്. ഇതിനകത്ത് നമുക്ക് വീഡിയോ 2K റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 4K ഒന്നുമില്ല. 2K റെസൊല്യൂഷൻ്റെ ക്വാളിറ്റി ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി. മെയിൻ ക്യാമറ ഇൻഡോർ ഔട്ട്ഡോർ ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ടു നോക്കുക. സെൽഫി ക്യാമറയുടെ വീഡിയോയും ഞാൻ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓവറോൾ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്നുള്ളത് നിങ്ങൾ ജഡ്ജ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയതാണോ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഒരു കാര്യത്തിൽ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൽ കിട്ടുന്ന റിസൾട്ട്. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ളത് ലൈവ് ഫോട്ടോ മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ക്യാമറയുടെ ഇൻ്റർഫേസിൽ നമുക്ക് ലൈവ് ഫോട്ടോ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മൂവ്മെൻറ്റോട് കൂടിയാണ് നമ്മുടെ ആ ഒരു ടൈമിൽ ചെറിയൊരു ഫോട്ടോ ആണ് എടുക്കുന്നെങ്കിലും അവർ ചെറിയ വീഡിയോ പോലെ ചെറിയൊരു സംഭവം ക്യാപ്ചർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ക്യാമറ സെറ്റ്. ഇനി ഇതിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് നല്ല AI ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയാതെ പോകുന്നില്ല. ഒന്ന് ചെറുതായിട്ട് പറയാം. XOS 16 ആണ്. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ്. ഒന്നാമത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. നല്ല സ്മൂത്ത് UI തന്നെയാണ്. പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ. ഞങ്ങൾ തീമിങ്ങിൻ്റെ സെഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഭാഗത്തേക്ക് പോയാൽ ഐക്കൺസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പല കളർ കൊടുക്കുന്ന പരിപാടി അടക്കം എല്ലാം ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി വിൻഡോ, ഫ്ലോട്ടിംഗ് വിൻഡോ പോലുള്ള പരിപാടികളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ താഴെ ഇപ്പോൾ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ റൈറ്റ് സൈഡിലേക്ക് വിട്ടാൽ ഫ്ലോട്ടിംഗ് വിൻഡോ ആവും. അതായത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയി നിൽക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തേക്ക് ഇങ്ങനെ മാറ്റി ഉപയോഗിക്കാം. ഇനി അതേ സംഗതി നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ഐക്കൺ കാണാം. അതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ 2 വിൻഡോ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 2 എണ്ണമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സാധാരണഗതിയിലുള്ള എല്ലാ ഫീച്ചറും കാണുന്നുണ്ട്. ജെമിനൈ നമുക്ക് റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ജെമിനൈ കയറി വരും. പിന്നെ സർക്കിൾ ടു സെർച്ച് നമ്മൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സർക്കിൾ ടു സെർച്ചിൻ്റെ പരിപാടി അറിയാമല്ലോ. അതിപ്പോൾ ഇതിലും വരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ എല്ലാതരം സാധാരണഗതിയിലുള്ള ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഡൈനാമിക് ബാർ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മളെന്തെങ്കിലും നോട്ടിഫിക്കേഷനോ ഇപ്പോൾ ടൈമറോ അലാറോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൻ്റെതായ രീതിയിൽ. അപ്പോൾ അങ്ങനെ സാധാരണ UI പരമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട് XOSൻ്റെ ഭാഗമായിട്ട്. അത് കൂടാതെയാണ് ഞാൻ പറഞ്ഞ AI ഫീച്ചേഴ്സ് വേറെ ഉള്ളത്. അത് സെറ്റിംഗ്സിൽ ഇൻഫിനിക്സ് AI എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് കിടക്കുന്നുണ്ടാവുക. നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഫൊലാക്സ് വോയിസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അത് ഇതിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ജെമിനൈ വരുമെന്ന്. അത് വേണമെങ്കിൽ മാറ്റിയിട്ട് ഫൊലാക്സ് കൊടുക്കാം. ഫൊലാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫൊലാക്സ് നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഏത് അസിസ്റ്റൻ്റ് വേണോ നിങ്ങൾ അത് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ, അതായത് താഴേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം AI കോൾ അസിസ്റ്റൻ്റ് വരുന്നുണ്ട്. അതായത് അതിനകത്ത് കോൾ ട്രാൻസ്ലേഷൻ, സമ്മറി, അങ്ങനെയുള്ള ഓട്ടോ ആൻസർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. താഴെ ട്രാൻസ്ലേഷൻ അസിസ്റ്റൻറ്റ് തന്നെ വരുന്നുണ്ട്. സോഷ്യൽ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. പിന്നെ AI റൈറ്റിംഗ്, നോട്ടിലൊക്കെ നമുക്ക് റൈറ്റിംഗ് ടൂളുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പരിപാടിയുണ്ട്. റെക്കോർഡ് സമ്മറി, നമ്മൾ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ സമ്മറൈസ് ചെയ്ത് തരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സബ് ടൈറ്റിൽ, നമ്മൾ കാണുന്ന വീഡിയോക്ക് സബ് ടൈറ്റിൽ തരുന്ന പരിപാടി. പിന്നെ AI ഗാലറി, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറേസർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. സോ അപ്പോൾ ഇങ്ങനെ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ AI ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. സോ AI ഫീച്ചേഴ്സൊക്കെ വേണ്ടവർ ഇതൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇതിനകത്തൊരു ബട്ടൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട്. ആ ബട്ടൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബട്ടൺ. അതിൽ നിങ്ങൾക്ക് ഒരു 10-30 ആപ്പുകളിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാമറയാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിൽ ക്യാമറ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വേറെ എവിടെയും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബട്ടണിൽ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ക്യാമറ ഓണായി വന്നുകൊണ്ടാണ്. ഇത്രയുള്ള പരിപാടി. സോ അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് ആ ബട്ടണിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അതാണ് ഈ ഒരു സ്പെഷ്യൽ ബട്ടൻ്റെ ഉപയോഗം. സോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, അതേപോലെ തന്നെ AI ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ ഫോണിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അതിന് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വില ഓഫർ അടക്കം നോക്കി കഴിഞ്ഞാൽ 19,999 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആ വിലയ്ക്ക് ഇതെല്ലാം കൂടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നല്ലതാണല്ലോ എന്നൊരു ചിന്തയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ EMI എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. EMI ഒക്കെ ഉണ്ട്. 1990 രൂപ പെർ മന്ത് എന്ന രീതിയിലാണ് EMI കാണിക്കുന്നത്. അതേപോലെ ബാങ്ക് ഓഫർ അതിലേക്ക് വരുമ്പോൾ SBI ICIC കാർഡുകൾ മേലാണ് ബാങ്ക് ഓഫർ വരുന്നത്. പിന്നെ അത് കൂടാതെ സ്പെഷ്യൽ ചില ഓഫറുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓഫറിൻ്റെ കാര്യം ഡേറ്റ് ഓർക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന ഓഫറുകളുടെ കാര്യം ഡേറ്റ് ഓർക്കണം. മാർച്ച് 25 വരെ ഈ ഓഫർ ഉണ്ടാവുള്ളൂ. അതായത് വൺ ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് 6 മാസത്തെ കാലാവധിക്കുള്ളിൽ എന്തെങ്കിലും സ്ക്രീനിന് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഇവർ തരുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന ഫോണുകൾക്ക് ആ ഒരു ഓഫർ കിട്ടും. പിന്നെ 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടിയും കിട്ടും നിങ്ങൾക്ക്. അതായത് ഓൾറെഡി 1 ഇയർ ഉണ്ട്, ഒരു 1 ഇയറും കൂടി എക്സ്റ്റൻഡ് വാറണ്ടി കൂടിയും കിട്ടും. അത് പക്ഷേ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. 25 മുമ്പ് നിങ്ങൾ എടുത്താൽ മതി ഫോൺ. അത് ഏത് ഡേറ്റാണോ എടുക്കുന്നത് ആ ഡേറ്റ് തൊട്ട് അങ്ങോട്ട് നമുക്ക് 1 ഇയറിലേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി. സോ തീർച്ചയായിട്ടും നല്ലൊരു ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. പെട്ടിയിൽ ടെമ്പർഡ് ഗ്ലാസ് അടക്കമുള്ള എല്ലാ സെറ്റപ്പും തന്ന് ഇങ്ങനൊരു ഓഫറും തരുന്നുണ്ട്. നിങ്ങളുടെ ചോയ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ജിയോ ഓഫർ ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്രീ ഗൂഗിൾ ജെമിനൈ പ്രോ 18 മാസത്തെ കിട്ടുന്ന പരിപാടി, ലാർജ് ക്ലൗഡ് സ്റ്റോറേജ് 2 TB, ജെമിനൈ 3 അഡ്വാൻസ്ഡ് AI ഇമേജ് വീഡിയോ ക്രിയേഷൻ, ആ പരിപാടിയെല്ലാം ജിയോ ഓഫറിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അതൊക്കെ എടുത്തങ്ങ് ഉപയോഗിക്കുക, അത്ര തന്നെ പറ്റുന്നവരെക്കാളും ഉപയോഗിക്കുക മാക്സിമം. സോ അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഫോണിൻ്റെ കാര്യങ്ങൾ, ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിയോ? അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഓഫറും കാര്യങ്ങളും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നന്നായിട്ട് തോന്നിയെങ്കിൽ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അല്ല എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഇൻഫിനിക്സ് നോട്ട് എഡ്ജ് എന്ന് പറയുന്ന ഈ ഫോണിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.